സ്വാഗതം. സയന ടാരോക്കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശം ശ്രവിച്ച് കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ എന്ത് മാർഗ്ഗനിർദ്ദേശമാണ് യൂണിവേഴ്സ് നൽകുന്നതെന്ന് ചോദിക്കുന്നത്. മൂണോളജി എന്ന് പറയുന്ന മൂണിൻ്റെ എനർജിയാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ, നമ്മൾ അറിയാത്തൊരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നു. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്ത് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 കാർഡുകൾ നമുക്ക് നോക്കാം. എന്താണ് കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എവിടേക്കാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയണമല്ലോ. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് എന്നുള്ളതാണ്. ഈ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അന്ധകാരമാണ്. എങ്ങോട്ട് പോകണം നമുക്കറിയാതെ അന്ധകാരം, ഇരുട്ടിൽ നമുക്കറിയാമല്ലോ. ആ ഒരു അമാവാസി ദിവസത്തിൻ്റെ അതുപോലെ തന്നെയാണ്, നമുക്കറിയില്ല എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം, അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് പറയുന്നത്. അതാണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പ്രതീക്ഷയുടെ ഒരു നൂല്. എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ഈ കാർഡ് വരുമ്പോൾ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. ബസ് എന്ന് പറഞ്ഞാൽ ചാടിച്ചാടി പോകുന്ന ബസ്, അതായത് നമ്മുടെ കംഫർട്ടിൽ നമ്മൾ പുറത്ത് വരേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് എപ്പോഴും അറിയാമല്ലോ, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തത് അറിയാം, എന്നിട്ട് ചെയ്യാതിരിക്കുന്നത് നമുക്ക് പേടി കൊണ്ടാണ്. നമ്മുടെ അത് പുറത്തേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് തന്നെ താങ്കൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് യാത്രകൾ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്താണ് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഷോ ദ വേൾഡ് ദ റിയൽ യു എന്നുള്ളതാണ്. അതായത് ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം വരുന്നത് ലോകത്തിന് താങ്കൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫുൾ മൂൺ ഇൻ അക്വേറിയസ്, അതായത് ജലം, വാട്ടർ എന്ന് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ആരാണെന്നുള്ളത് ലോകം അടുത്ത് തന്നെ അറിയിക്കാനാണ് താങ്കളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു വല്ലാത്തൊരു എനർജി താങ്കളിലുണ്ട് എന്നാണ് ഈ കാർഡ് മനസ്സിലാക്കുന്നത്. അതാണ് നമുക്ക് ഈ അമാവാസിയിൽ കാണുന്നത്. താങ്കൾ ഈ കംഫർട്ട് സോണിൽ പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ലോകം താങ്കളെ അറിയും. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.